കേരളത്തിലും ബിഗ് ബോസിനും വലിയ ആരാധകരാണുള്ളത്. 6ാം തവണയും മലയാളത്തിലേക്ക് ഷോ എത്തുന്നതിൻ്റെ ആവേശത്തിലാണ് ആരാധകരും. അതേസമയം ഷോയുടെ പുതിയ പ്രൊമോ കണ്ട് ആരാധകരും ഞെട്ടിയെന്ന് പറയാം. സാധാരണ 2 ബെഡ്റൂമുകളാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ആണുങ്ങൾക്കും ഒന്ന് പെണ്ണുങ്ങൾക്കും. കഴിഞ്ഞ സീസണിൽ അത് ഒരെണ്ണമായി മാറി. എന്നാൽ ഇനി വരാൻ പോകുന്ന സീസണിൽ 4 ബെഡ്റൂമുകൾ ഉണ്ടാവുമെന്ന വിവരമാണ് വന്നിരിക്കുന്നത്. പ്രൊമോയിലൂടെ മോഹൻലാൽ ഇക്കാര്യം സൂചിപ്പിച്ചതോടെ ഇത്തവണ കളികൾ മാറി മറിയുമെന്ന് ആരാധകരും പറയുന്നു. പ്രൊമോ വീഡിയോയുടെ താഴെ മത്സരത്തെ പറ്റിയുള്ള മുൻവിധിയോടുകൂടിയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 റൂമുകളായിട്ട് മത്സരാർത്ഥികൾ വേർതിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും ചേരിതിരിവ് ഉണ്ടാവാനും ചാൻസ് ഏറെയാണ്. ഗ്രൂപ്പിസവും ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങും ചേരിതിരിവും ഇല്ലാതെ പരസ്പരം ഒറ്റയാൾ പോരാട്ട വീര്യത്തോടെ അവസാനം വരെ പൊരുതുന്ന നല്ല കരുത്തുറ്റ മത്സരാർത്ഥികൾ വരട്ടെ. എത്ര റൂം ഉണ്ടായാലും അതിലുള്ള എല്ലാവരെയും എലിമിനേഷനിൽ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കുറച്ചുപേർ രക്ഷപ്പെട്ടു പോകും. 2 വീടാക്കിയ തമിഴിലെ ബിഗ് ബോസ് പരാജയമായിരുന്നു. മലയാളം അങ്ങനെ ആവരുത്. മാത്രമല്ല കഴിഞ്ഞ വർഷം ടാസ്ക് കുറവായിരുന്നു. ഇത്തവണ അങ്ങനെ ആവരുത്. ടാസ്കുകൾ കഠിനമാകുമ്പോഴാണ് മത്സരാർത്ഥികളും സമ്മർദ്ദത്തിലാവുന്നത്. അതിനനുസരിച്ചുള്ള മത്സരങ്ങളാണ് വേണ്ടതെന്ന് ആരാധകർ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ഇത്തവണ മത്സരാർത്ഥികളിൽ പേളിയെയും ശ്രീനിഷിനെയും പോലെ ഒരു കപ്പിളിനെയും സാബു ഹിമ റോബിൻ ജാസ്മിൻ പോലെ ഒരു ഫൈറ്റ് ചെയ്യുന്നവരെയും ഒക്കെ വേണം. എങ്കിലേ ഒരു ഓളമൊക്കെ ഉണ്ടാവുകയുള്ളൂ. സാബു, പേളി, ശ്രീനിഷ്, മണിക്കുട്ടൻ, സൂര്യ, ഋതു, റംസാൻ, കിടിലൻ, ഫിറോസ്, ഡോക്ടർ രജിത് കുമാർ, ഫിറോസ് ഖാൻ, റിയാസ്, ഡോക്ടർ റോബിൻ, ദിൽഷ, ബ്ലസ്സി, ലക്ഷ്മിപ്രിയ, അഖിൽ മാരാർ, ശോഭ ഇവരൊക്കെയാണ് മലയാളം ബിഗ് ബോസ് വിജയിപ്പിച്ചത്. അല്ലെങ്കിൽ വെറും ശോകമായി പോയേനെ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ പ്രൊമോ വീഡിയോയുമായി ലാലേട്ടൻ എത്തി. അടുത്ത സീസൺ ഉടനെ തുടങ്ങുമെന്ന കാര്യം എന്തായാലും ഉറപ്പായി. അതേസമയം ബിഗ് ബോസ് മേക്കേഴ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. ദയവ് ചെയ്ത് ഉറക്കം തൂങ്ങി സീസൺ ആവരുത്. ഇതും കഴിഞ്ഞ സീസൺ 5-ൽ 24/7 കണ്ട് അത്രയേറെ ഉറങ്ങിയ മോശം സീസണായിരുന്നു. എപ്പോൾ നോക്കിയാലും ഉറക്കവും മെഡിക്കൽ റൂമും തീറ്റയും മാത്രമായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടത് മികച്ച ടാസ്കും എൻ്റർടൈൻമെൻറ്റിനുള്ള കണ്ടൻറ്റുമാണ്. ഇതൊക്കെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്സരാർത്ഥികൾ തരുന്നത്. അല്ലാത്തവരെ ദയവ് ചെയ്തെടുക്കരുത്. സീസൺ 1-4 പോലെ മികച്ച സീസൺ ആവട്ടെ ഇനി വരാൻ പോകുന്നതും. അതിനായി കാത്തിരിക്കുകയാണെന്നാണ് കമൻറ്റുകൾ. ഫെബ്രുവരി അവസാനത്തോടു കൂടിയോ മാർച്ച് ആദ്യത്തെ ആഴ്ചയിലോ ബിഗ് ബോസ് തുടങ്ങിയേക്കുമെന്നാണ് വിവരങ്ങൾ. എന്നാൽ അതിനെപ്പറ്റിയുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇനിയും വന്നിട്ടില്ല.